ഇന്ന് നമുക്കൊരു ഊണ് തയ്യാറാക്കാവേ. അതിനായിട്ട് ഞാൻ രാവിലെ അരിയൊക്കെ തിളപ്പിച്ച് തെർമൽ കുക്കറിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതവിടെ നിന്ന് ഒരു 2-2.5 മണിക്കൂർ വേണം കേട്ടോ നന്നായിട്ട് വെന്ത് കിട്ടാൻ. ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് വെക്കണം, എന്നാലേ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. അങ്ങനെ അതൊക്കെ ഒന്ന് തിളപ്പിച്ച് വച്ചതിന് ശേഷം പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കഴുകി വെക്കാൻ. രാവിലെ കാര്യമായിട്ട് കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു, ദോശയും ചമ്മന്തിയൊക്കെ ആയിരുന്നു. എന്നാലും പാത്രങ്ങൾ കുറേ ഉണ്ടായിരുന്നു കഴുകാൻ. അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഉച്ചക്കാലത്തേക്ക് കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് മീനൊന്നും മേടിച്ചില്ലായിരുന്നു, കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു മാങ്ങ ഇട്ട് വെച്ച് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ മീനൊക്കെ എടുത്ത് ഐസ് മാറാനായിട്ട് വെച്ചേ. എന്നിട്ട് തേങ്ങ കുറച്ച് തിരിഞ്ഞെടുത്തില്ല, ഞാൻ കഴുത്തി അങ്ങ് എടുത്ത് കേട്ടോ. ഇനി അതൊന്ന് അരച്ചെടുക്കാവേ. മാങ്ങയ്ക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉലുവയൊക്കെ ചേർത്ത് പിന്നെ ഒരു ചെറിയ ഉള്ളി ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവേ. എന്നിട്ട് നമുക്ക് മാങ്ങ ഇട്ടാണല്ലോ വെക്കുന്നത്, അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പുളിയൊന്നും ചേർക്കണ്ടല്ലോ. അങ്ങനെ മാങ്ങയും കൂടെ ചെത്തിയെടുത്ത് അത് മോൻ പകുതി അപ്പോഴത്തേക്ക് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ വൃത്തിയാക്കി വെച്ച മീനിലേക്ക് ആ അരപ്പും മാങ്ങയെല്ലാം കൂടെ ചേർത്ത് ഇനി ഉപ്പൊക്കെ പാകത്തിനിട്ടിട്ട് നമുക്കങ്ങ് തിളയ്ക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കോവയ്ക്കയും സവാളയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൂടെ ഒരു വിഴുക്കുരട്ടിയാക്കാം. ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഉപ്പിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തേ. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് അപ്പോഴത്തേക്ക് വിഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, അത് മക്കൾക്ക് വറുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് മസാലപ്പൊടിയും മഞ്ഞളും മുളകും ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് പുരട്ടി വെച്ച് പിന്നെ അതുകൂടെ വറുത്തെടുത്തപ്പോഴത്തേക്ക് ഇന്നത്തെ ജോലി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ മീൻകറിയൊക്കെ പറ്റി സെറ്റായി വന്നിട്ടുണ്ട്. വിഴുക്ക് വരട്ടിയും ചിക്കൻ വറുത്തത്, ചിക്കൻ വറുത്തതൊക്കെ ഒന്ന് കോരി വെച്ച് ഇനിയിപ്പോൾ ചോറ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ താങ്ക് യു.